ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യം പറയാനുണ്ട്. ഒരു സ്റ്റോറിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വെരി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, അത് ജീവിതത്തിൽ പകർത്താനും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണല്ലേ അമിതമായിട്ട് ചിന്തിക്കാമെന്ന്. ഒരു പ്രശ്നം വന്നാൽ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് വെറീഡാകുന്ന ഒത്തിരി പേരുണ്ട്. തൻ്റെ സമയം വേസ്റ്റാക്കി കളയുന്ന ഒത്തിരി പേരുണ്ടല്ലേ. അതിന് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട്. ആ കുഞ്ഞുങ്ങൾ പോലും ഉണ്ടല്ലോ, ഒരു പ്രശ്നം വന്നാൽ അറിയാതെ. ഇപ്പോൾ ഒരു എക്സാം ടൈം വന്നു, നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ എടുക്കുന്ന കുട്ടികൾ പോലും ഉണ്ടല്ലേ. അതൊക്കെ അവർക്കൊരു ഡിപ്രഷനായിട്ട് മാറുകയാണ്. എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു കുട്ടിയുടെ കഥ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരായ നമ്മൾക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എനിക്ക് കഥ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു രാജ്യത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെന്ന് വെച്ചാൽ അവനൊരു ചെറിയ പ്രശ്നം വന്നാലും കൂടി അവനിങ്ങനെ ഓവറായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും, വിഷമിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു സൊല്യൂഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒന്നും അവനിക്ക് അറിയത്തില്ല, അതിൽ തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവനോട് അവൻ്റെ സുഹൃത്ത് പറഞ്ഞു, എടാ ഇവിടെ അടുത്തൊരു മാസ്റ്റർ ഉണ്ട്, നീ അദ്ദേഹത്തെ ചെന്നൊന്നും പോയി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞ് ഗുരുജിയെ കാണാനായിട്ട് ഒരു സ്ഥലത്തോട്ട് പോയി. അങ്ങനെ അദ്ദേഹം ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാതെ അദ്ദേഹം എണീറ്റ് പോയി. അപ്പോൾ ഈ കുഞ്ഞിനെ എന്താ ഇവരൊന്നും പറയാതെ പോയി എന്നുള്ളൊരു തോന്നലുണ്ടായി. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമായിട്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു. എന്നിട്ട് ആ കുഞ്ഞിനോട് ചോദിക്കണം, മോനെ ഈ വെള്ളം ഞാൻ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ എന്ന് ആ കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ ആ കുഞ്ഞ് ചോദിക്കുന്നത്, ഇതത്ര വെയിറ്റൊന്നും ഇല്ലല്ലോ ഗുരുജി, അപ്പോൾ അത്രയ്ക്ക് പ്രയാസമൊന്നും ഉണ്ടാവത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഗുരുജി ചോദിച്ചു, ഇതിപ്പോൾ ഞാൻ 1 മണിക്കൂർ എൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാലോ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഗുരുജിയുടെ കൈ വേദന എടുക്കാൻ തുടങ്ങൂലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനിത് ഒരു ദിവസം മുഴുവനായിട്ട് എൻ്റെ കയ്യിൽ വയ്ക്കുകയാണെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ ആ മോൻ പറഞ്ഞു, ഗുരുജി ഇത് 1 ദിവസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗുരുജിക്ക് നന്നായിട്ട് വേദന എടുക്കത്തില്ലേ, അപ്പോൾ കയ്യിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തില്ലേ എന്ന് മോന് ഗുരുജിയോട് മറുപടി പറഞ്ഞു. അപ്പോൾ ഞാനിത് എന്താ ചെയ്യണ്ടേന്ന് ഗുരുജി കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി മറുപടി കൊടുത്തു, അത് താഴെ വെച്ചാൽ പോരെ, അപ്പോൾ വേദന എടുക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരുജി ആ പാത്രത്തിന് താഴെ വെച്ചു. എന്നിട്ട് ഗുരുജി ആ കുഞ്ഞിനോട് ഒരു മറുപടി പറഞ്ഞു, ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും എന്ന്. അപ്പോൾ എന്താ പറയാനുള്ളത്, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അതോടുകൂടി വിടാൻ ശ്രമിക്കുക. അത് വിടാതെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞു പ്രശ്നം എന്തായിട്ട് മാറി, നമുക്ക് വലിയ പ്രശ്നമായിട്ട് മാറിയില്ലേ? അല്ല, നമ്മളതിനെ മാറ്റി. അപ്പോൾ ആ കുട്ടി ആ പാത്രം താഴെ വെച്ചാൽ വേദന എടുക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ആ പ്രശ്നത്തിന് നമ്മൾ അതോട് വിട്ട് കഴിഞ്ഞില്ലേ? എന്തിനാ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്തിട്ട് ചെറിയൊരു പ്രശ്നത്തിന് നമ്മൾ വലുതാക്കി മാറ്റുന്നത്, നമ്മുടെ സമയത്തിന് വേസ്റ്റാക്കുന്നത്, നമ്മുടെ ജീവിതത്തിനെ തകർക്കാൻ ശ്രമിക്കുന്നത്? ഓവർ തിങ്കിങ്ങും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് അതിൽ നിന്ന് തന്നെ ആ ഗുരുജിയുടെ ആ വാക്കിൽ നിന്ന് ആ കുട്ടിക്ക് തൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ശരിയാക്കേണ്ടതെന്നും ആ കുട്ടിക്ക് ഒരു ഗുണപാഠം അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, തെറ്റുകൾ പറ്റും. അപ്പം നമ്മൾ എന്താ ചെയ്യുക? അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ ഉണ്ടാകും. അത് കാരണം തെറ്റ് പറ്റുന്നത് എന്നും നല്ലതാണല്ലോ. എന്നാലല്ലേ നമുക്ക് നമ്മുടെ ഭാഗത്തുള്ള പല വീക്ക്നെസ്സുകളും നമ്മുടെ ഭാഗത്തുള്ള പലതും നമുക്ക് മനസ്സിലാക്കി അതിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ തെറ്റ് പറ്റുന്നത് എന്തും നല്ലതാണ്. അതിൽ നിന്നും പഠിക്കേണ്ട പാഠങ്ങളൊക്കെ പഠിച്ചിട്ട് വേണ്ടാത്തതിനെ അപ്പം തന്നെ പാടെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുക. ഒന്നും ജീവിതത്തിൽ വെക്കാതിരിക്കുക. എന്നിട്ട് ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ചിട്ട് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. ഓവർ തിങ്കിങ്, അമിത ചിന്തകളൊക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ ഇത് നല്ലൊരു മാർഗം തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണാം. ബൈ.